വചനമൊഴി മാർച്ച് 5. വചനഭാഗം യാക്കോബ് 2:10-17, മത്തായിയുടെ സുവിശേഷം 7:21-28. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നാകുന്ന ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മരിച്ചതാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് പറയുന്നതിൽ മാത്രം മതിയാവുകയില്ല, എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള മാനദണ്ഡമെന്ന്. വിശ്വാസം നാം പറയുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നാം അത് ജീവിക്കുന്ന ജീവിതത്തിലൂടെ തെളിയിക്കേണ്ടതാണ് എന്ന് ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ നോമ്പുകാലം നമ്മോട് ചോദിക്കുന്നു, എൻ്റെ വിശ്വാസം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതാണോ, അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ യാഥാർത്ഥ്യമാകുന്നതാണോ? ഈശോ പറയുന്നു, തൻ്റെ വാക്കുകേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ പണിത വീടിന് തുല്യമാണ്. കാറ്റും മഴയും വന്നാലും അത് നിലനിൽക്കും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ അടിയുറയ്ക്കുന്നതിന് വിശ്വാസം പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാകണം. നോമ്പ് കാലഘട്ടം വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനുള്ളൊരവസരമാണ്. സത്യമായ വിശ്വാസത്തിലേക്ക് വളരുന്നതിന്, പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന വിശ്വാസം പ്രഘോഷിക്കുന്നതിന്, ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് അനുസരണത്തിലേക്ക് വളരുന്നതിന്, പാറമേൽ പണിത ഭവനം പോലെ അടിയുറച്ച വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസം പറയേണ്ടതല്ല, ജീവിക്കേണ്ടതാണ്. ദൈവവചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.